ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സംഭവിക്കുന്നുണ്ടോ? ബന്ധങ്ങളിൽ മാത്രം നോക്കിയാൽ മതി. ഒരാളെ വിശ്വസിക്കും, അയാൾ നിങ്ങളെ വേദനിപ്പിക്കും, പിന്നെ മറ്റൊരാളെ കണ്ടുമുട്ടും. ഇത്തവണ വ്യത്യാസം ഉണ്ടാകും എന്ന് നിങ്ങൾ കരുതും. പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അതേ വേദന, അതേ നിരാശ, അതേ അവഗണന, അതേ വിഷമം. ജോലിയുടെ കാര്യത്തിലും അത് തന്നെ. ഒരു ജോലി ഉപേക്ഷിക്കും, ഇനി നല്ലൊരു ജോലി കണ്ടെത്തണം എന്ന് നിങ്ങൾ തീരുമാനിക്കും. പുതിയ ജോലി കിട്ടും. കുറച്ചു കാലം കഴിഞ്ഞാൽ വീണ്ടും അതേ സ്ട്രെസ്. പണത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. എത്ര സമ്പാദിച്ചാലും പണം കയ്യിൽ നിൽക്കില്ല. ഒരു പ്രശ്നം വന്നാൽ മറ്റൊരു പ്രശ്നം വരും. ഒടുവിൽ നിങ്ങൾ സ്വയം ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇതെല്ലാം വീണ്ടും വീണ്ടും സംഭവിക്കുന്നത്? ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരേ പ്രശ്നം വീണ്ടും വീണ്ടും വരുന്നു എന്നതുകൊണ്ട് നിങ്ങൾ നിർഭാഗ്യവനാണെന്ന് അർത്ഥമില്ല. ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്നും അർത്ഥമില്ല. പലപ്പോഴും പ്രശ്നം പുറത്തല്ല, പ്രശ്നം ആവർത്തിക്കുന്ന പാറ്റേൺ നമ്മുടെ ഉള്ളിലാണ്. നമ്മൾ മാറ്റാതെ സൂക്ഷിക്കുന്ന ഒരു ചിന്ത, നമ്മൾ തിരിച്ചറിയാതെ ആവർത്തിക്കുന്ന ഒരു പെരുമാറ്റം, നമ്മൾ വിട്ടുകൊടുക്കാത്ത ഒരു ഭയം, നമ്മൾ വീണ്ടും വീണ്ടും എടുക്കുന്ന അതേ തീരുമാനങ്ങൾ. അതുകൊണ്ടാണ് ജീവിതം വീണ്ടും വീണ്ടും അതേ ലെസൺ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകും. നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ തിരിച്ചറിയാം, അതിന് പിന്നിലെ പാറ്റേൺ എങ്ങനെ കണ്ടെത്താം, അതിനെ എങ്ങനെ മാറ്റി തുടങ്ങാം. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം ചിലപ്പോൾ ജീവിതം മാറാൻ പുതിയൊരു ജീവിതം വേണ്ട, പഴയ പാറ്റേൺ മാത്രം ഒന്ന് മാറ്റിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ യാദൃശ്ചികമായി സംഭവിക്കുന്നത് പോലെ തോന്നും. ഒരു മോശം റിലേഷൻഷിപ്പ്, ഒരു പരാജയം, ഒരു തെറ്റായ തീരുമാനം, ഒരു സാമ്പത്തിക നഷ്ടം, ഒരു ജോലി പ്രശ്നം. ഇതൊക്കെ ഒരിക്കൽ സംഭവിച്ചാൽ നമുക്കതിനെ ലൈഫ് എന്ന് വിളിക്കാം. പക്ഷെ അതേ സംഭവം വ്യത്യസ്ത രൂപത്തിൽ വീണ്ടും വീണ്ടും സംഭവിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ഞാൻ കാണാതെ പോകുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒരു സംഭവം മാത്രമല്ല, അവയ്ക്ക് പിന്നിൽ ഒരു പാറ്റേൺ ഉണ്ടാകും. പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിൽ കാര്യങ്ങൾ ആവർത്തിക്കുന്നത്. ഉദാഹരണത്തിന്, എപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കാണ് നിങ്ങൾ മുൻഗണന നൽകുന്നത്. നിങ്ങളുടെ ആവശ്യം അവസാനം. അപ്പോൾ ആളുകൾ നിങ്ങളെ ഉപയോഗിക്കുന്നതായി തോന്നാം. പക്ഷേ ഓരോ തവണയും നിങ്ങൾ ഇല്ല എന്ന് പറയാൻ ഭയപ്പെടുന്നു. അപ്പോൾ പ്രശ്നം ഓരോ വ്യക്തിയിലും മാത്രമല്ല, നിങ്ങളുടെ ബൗണ്ടറിയിലും ഉണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ വിലമതിക്കാത്ത ആളുകളോടാണ് അട്രാക്ഷൻ. അവർ ആദ്യം വളരെ സ്നേഹത്തോടെ പെരുമാറും, പിന്നെ ഡിസ്റ്റൻസ്, പിന്നെ കൺഫ്യൂഷൻ, പിന്നെ ആർഗ്യുമെന്റ്സ്, പിന്നെ ബ്രേക്കപ്പ്, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് മറ്റൊരാള്. വീണ്ടും അതേ കഥ. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ആളുകളെ മാത്രം കിട്ടുന്നു എന്നതല്ല, പകരം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ആളുകളെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള പവർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ജീവിതത്തിൽ ആവർത്തിക്കുന്ന പ്രശ്നങ്ങൾക്ക് പിന്നിലെ പാറ്റേൺ എന്താണ് നമുക്ക് നോക്കിയാലോ? ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരു വ്യക്തി എല്ലാ വർഷവും പണം സമ്പാദിക്കുന്നു, പക്ഷേ വർഷം അവസാനിക്കുമ്പോൾ സേവിങ്സ് ഇല്ല. അയാൾ പറയാം, എനിക്ക് പണം കിട്ടാറില്ല, പക്ഷേ സാലറി നല്ലതാണ്. അപ്പോൾ യഥാർത്ഥ പ്രശ്നം ഇൻകം അല്ല, അയാളുടെ പാറ്റേൺ എന്താണ്? സാലറി കിട്ടുന്നു, ആദ്യത്തെ ആഴ്ച വലിയ ചെലവുകൾ, പിന്നെ ചെറിയ ചെറിയ ഓൺലൈൻ പർച്ചേസ്, പിന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം, പിന്നെ അൺനെസസറി സബ്സ്ക്രിപ്ഷൻസ്, പിന്നെ മറ്റുള്ളവരെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചെലവുകൾ. മാസാവസാനം പണം തീരും, അടുത്ത മാസം വീണ്ടും അതേ കാര്യം. അപ്പോൾ അയാൾക്ക് തോന്നുന്നത്, എൻ്റെ ജീവിതത്തിൽ പണം നിൽക്കുന്നില്ല. പക്ഷെ യാഥാർത്ഥ്യം, എൻ്റെ സ്പെൻഡിങ് പാറ്റേൺ മാറിയിട്ടില്ല. ഇതാണ് വ്യത്യാസം. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് റിസൾട്ട് മാറ്റണം, പക്ഷേ റിസൾട്ട് ഉണ്ടാക്കുന്ന ബിഹേവിയർ മാറ്റാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നമുക്ക് നല്ല റിലേഷൻഷിപ്പ് വേണം, പക്ഷേ കമ്മ്യൂണിക്കേഷൻ പഠിക്കില്ല. നമുക്ക് ഫിനാൻഷ്യലി ഫ്രീഡം വേണം, പക്ഷേ സ്പെൻഡിങ് ഹാബിറ്റ്സ് പരിശോധിക്കില്ല. നമുക്ക് പീസ് വേണം, പക്ഷെ എല്ലാ കാര്യത്തിലും അൺനെസസറി റിയാക്ഷൻ നൽകും. നമുക്ക് കോൺഫിഡൻസ് വേണം, പക്ഷേ നമ്മൾ നിരന്തരം ക്രിട്ടിസൈസ് ചെയ്യും. നമുക്ക് ജീവിതം മാറണം, പക്ഷെ നമ്മുടെ ഡെയിലി റൊട്ടീൻ മാറ്റില്ല. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് മാറുക? സെയിം ഇൻപുട്സ് പലപ്പോഴും സെയിം ഔട്ട്പുട്സ് തന്നെയാണ് നൽകുന്നത്. ജീവിതത്തിൽ ആവർത്തിക്കുന്ന പ്രശ്നങ്ങളുടെ വലിയൊരു ഭാഗം റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. ചില ആളുകൾ പറയും, എനിക്ക് നല്ല ആളുകളെ കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ ഒരു അൺകംഫോർട്ടബിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. നല്ല ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ തിരിച്ചറിയുന്നുണ്ടോ? ഇത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ പരിചിതമായതിനെ കംഫോർട്ടബിൾ എന്ന് കരുതാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ ഡ്രാമ കൂടുതലായിരുന്നെങ്കിൽ
ശാന്തമായ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബോറിംഗ് ആയി തോന്നാം. എപ്പോഴും വാലിഡേഷൻ തേടേണ്ടി വന്നിരുന്നെങ്കിൽ കൺസിസ്റ്റന്റ് ആയ ഒരാൾ നിങ്ങളെ അത്ര എക്സൈറ്റിംഗ് ആയി തോന്നിപ്പിക്കണമെന്നില്ല. നിങ്ങൾക്ക് സ്നേഹം നേടാൻ പരിശ്രമിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എഫേർട്ട് ഇല്ലാതെ ലഭിക്കുന്ന കെയർ പോലും നിങ്ങൾക്ക് സംശയകരമായി തോന്നാം. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഫെമിലിയർ പാറ്റേണിലേക്ക് തിരിച്ചു പോകും. അത് നല്ലതായതിനല്ല, പരിചിതമായതിനാണ്. ഇവിടെ ഒരു വലിയ ലെസൺ ഉണ്ട്. പരിചിതം എല്ലായ്പ്പോഴും ആരോഗ്യകരമല്ല. നിങ്ങൾക്ക് പരിചിതമായ ഒരു പാറ്റേൺ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ടാണ് അടുത്ത തവണ നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണോ എന്ന ചോദ്യം മാത്രം ചോദിക്കരുത്. ഇതും ചോദിക്കുക, ഈ വ്യക്തിയോടൊപ്പം ഞാൻ ആരായി മാറുന്നു? ഞാൻ കൂടുതൽ സമാധാനമുള്ള ആളാകുന്നുണ്ടോ? അല്ലെങ്കിൽ കൂടുതൽ ആൻഷ്യസ് ആകുന്നുണ്ടോ? എനിക്ക് എന്നെ പോലെ ഇരിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും അഭിനയിക്കേണ്ടി വരുന്നുണ്ടോ? എന്റെ ബൗണ്ടറീസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? എന്റെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടോ? ഈ ചോദ്യങ്ങൾ നിങ്ങളെ പല തെറ്റായ റിലേഷൻഷിപ്പിൽ നിന്ന് രക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്ന പ്രശ്നങ്ങളുടെ മറ്റൊരു കാരണം നമ്മൾ സഹിക്കുന്ന കാര്യങ്ങളാണ്. ഒരു വ്യക്തി നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നു. ആദ്യ തവണ നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നു, രണ്ടാം തവണയും ഇഗ്നോർ ചെയ്യുന്നു, മൂന്നാം തവണയും അയാൾ അങ്ങനെയാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു ദിവസം അത് നോർമലായി മാറുന്നു. പിന്നെ നിങ്ങൾ തന്നെ ചോദിക്കും, എന്തുകൊണ്ടാണ് എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യാത്തത്? പക്ഷെ ഇവിടെ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം, റെസ്പെക്ട് ഇല്ലാത്തപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? ബൗണ്ടറി ഇല്ലാത്തിടത്ത് ഡിസ്റെസ്പെക്ട് വളരാൻ സാധ്യതയുണ്ട്. ഇത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചല്ല. ബൗണ്ടറി എന്നത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നല്ല, നിങ്ങൾ ഇങ്ങനെ പെരുമാറിയാൽ ഞാൻ എന്ത് ചെയ്യും എന്നതാണ്. ഉദാഹരണത്തിന്, എന്നോട് മോശമായി സംസാരിച്ചാൽ ഞാൻ ആ കോൺവെർസേഷൻ അവസാനിപ്പിക്കും. ഇതൊരു ബൗണ്ടറിയാണ്. എന്നെ ഒരിക്കലും മോശമായി സംസാരിക്കരുത് എന്നത് ഒരു ഡിമാൻഡ് ആകാം. രണ്ടും വ്യത്യസ്തമാണ്. നിങ്ങൾ എന്ത് സഹിക്കുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അതുകൊണ്ട് ഒരിക്കൽ സ്വയം ചോദിക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ടോളറേറ്റ് ചെയ്യുന്ന ഏത് കാര്യമാണ് പിന്നീട് എൻ്റെ വലിയ പ്രശ്നമായി മാറുന്നത്? ഈ ഒരു ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം കണ്ടെത്തുക. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സംഭവങ്ങൾ മാത്രമല്ല, സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ നമ്മളോട് പറയുന്ന കഥകളുമാണ്. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു. ഒരു വ്യക്തി പറയാം, ഞാൻ തോറ്റു, പക്ഷേ അടുത്ത തവണ കൂടുതൽ തയ്യാറാക്കും. മറ്റൊരാൾക്ക് പറയാം, ഞാൻ ഒന്നിനും കൊള്ളില്ല. സംഭവം 1, അർത്ഥം 2. ആദ്യത്തെ വ്യക്തി വീണ്ടും ശ്രമിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെയാൾ ശ്രമിക്കുന്നതിന് മുമ്പേ പിന്മാറാം. അപ്പോൾ പരാജയം പ്രശ്നമല്ല, പരാജയത്തിന് ശേഷം നിങ്ങൾ നിർമ്മിച്ച ഐഡന്റിറ്റിയാണ് പ്രശ്നം. എനിക്ക് പറ്റില്ല, എനിക്ക് ഭാഗ്യമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്ക് ഒരിക്കലും വിജയിക്കാനാവില്ല. ഇത്തരം വാക്കുകൾ ആവർത്തിക്കുമ്പോൾ അത് വെറും വാക്കുകളായി നിൽക്കില്ല, അത് നിങ്ങളുടെ ഡിസിഷനെ സ്വാധീനിക്കും. നിങ്ങൾ ശ്രമിക്കില്ല, അവസരം വന്നാൽ പിന്മാറും, അപകടം ഏറ്റെടുക്കില്ല. അങ്ങനെ നിങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം തന്നെ യാഥാർത്ഥ്യമായി തോന്നി തുടങ്ങും. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ പുറത്തെ സംഭവങ്ങൾ മാത്രം നോക്കരുത്, നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നും നോക്കുക. നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളുടെയും പിന്നിൽ ലോജിക് അല്ല, ഫിയർ ആണ്. ഒറ്റയ്ക്ക് കഴിയുമോ എന്ന ഭയം, പരാജയപ്പെടുമോ എന്ന ഭയം, മറ്റുള്ളവർ എന്ത് പറയും എന്ന ഭയം, പണം നഷ്ടപ്പെടുമോ എന്ന ഭയം, റിലേഷൻഷിപ്പ് അവസാനിക്കുമോ എന്ന ഭയം, റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയം. ഈ ഭയം കാരണം നമ്മൾ തെറ്റായ സ്ഥലങ്ങളിൽ തുടരാം. ഒരു ജോലി നമ്മളെ തളർത്തുന്നു, എങ്കിലും വിടുന്നില്ല, കാരണം പിന്നെ ജോലി കിട്ടിയില്ലെങ്കിൽ. ഒരു റിലേഷൻഷിപ്പ് നമ്മളെ വേദനിപ്പിക്കുന്നു, എങ്കിലും വിട്ടുപോകുന്നില്ല, കാരണം ഇനി ആരും എന്നെ സ്നേഹിക്കില്ലെങ്കിൽ. ഒരു അവസരം മുന്നിൽ വരുന്നു, പക്ഷെ ശ്രമിക്കുന്നില്ല, കാരണം ഞാൻ പരാജയപ്പെട്ടാലോ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിയർ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ചിലപ്പോൾ അത് നിങ്ങളെ സെയിം പ്ലേസിൽ തന്നെ നിർത്തും. നിങ്ങൾക്ക് ജീവിതം മാറ്റണമെങ്കിൽ ഭയം ഇല്ലാതാകുന്നത് വരെ കാത്തിരിക്കരുത്. ഭയം ഉണ്ടായിരിക്കുമ്പോഴും ശരിയായ ചെറിയ തീരുമാനം എടുക്കാൻ പഠിക്കണം. കൊറേജ് എന്നത് ഭയം ഇല്ലാത്ത അവസ്ഥയല്ല, ഭയം ഉണ്ടായിട്ടും മുന്നോട്ട് പോകാനുള്ള കഴിവാണ്. നിങ്ങൾക്ക് വേണ്ടത് ചേഞ്ച് ആണോ അല്ലെങ്കിൽ ഫെമിലാരിറ്റി ആണോ? ഇത് കുറച്ച് ഡീപ്പായൊരു പോയിന്റ് ആണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് എനിക്ക് മാറ്റം വേണം, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മാറ്റത്തിന്റെ ഫലം വേണം, പക്ഷെ മാറ്റത്തിന്റെ ഡിസ്കംഫോർട്ട് വേണ്ട. നമുക്ക് ഹെൽത്തി ബോഡി വേണം, പക്ഷെ എക്സസൈസ് വേണ്ട. നമുക്ക് നല്ല കരിയർ വേണം, പക്ഷെ പുതിയ സ്കിൽ പഠിക്കാനുള്ള സമയമൊന്നുമില്ല. നമുക്ക് നല്ല ബന്ധങ്ങൾ വേണം, പക്ഷെ അൺകംഫോർട്ടബിൾ കോൺവെർസേഷൻ ഒന്നും വേണ്ട. നമുക്ക് പീസ് വേണം, പക്ഷെ ആളുകളെ പ്ലേസ് ചെയ്യുന്നത് നിർത്താൻ തയ്യാറല്ല. ഇങ്ങനെ കഴിയില്ല. ഗ്രോത്തിന് ഡിസ്കംഫേർട്ട് ഉണ്ടാകും.
പുതിയ പാറ്റേൺ ആദ്യം അവക്കേഡ് ആയിരിക്കും. നിങ്ങൾ മുമ്പ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇനി ഇല്ല എന്ന് പറയുന്നത് സെൽഫിഷ് പോലെ തോന്നാം. പക്ഷേ അത് സെൽഫിഷ് അല്ല, നിങ്ങളുടെ എനർജി സംരക്ഷിക്കുകയാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇനി ഡെയിലി ഡിസിപ്ലിൻ പാലിക്കുന്നത് ബോറിംഗ് ആയിരിക്കും. പക്ഷെ ബോറിംഗ് ആയ കൺസിസ്റ്റൻസി ആണ് പലപ്പോഴും എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാറ്റേൺ എങ്ങനെ കണ്ടെത്താം? ഇനി പ്രാക്ടിക്കൽ ഭാഗത്തേക്ക് വരാം. നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്ന പാറ്റേൺ കണ്ടെത്താൻ ഒരു സിമ്പിൾ എക്സസൈസ് ചെയ്യാം. ഒരു പേപ്പർ എടുക്കുക, അതിനു മുകളിൽ എഴുതുക എന്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സംഭവിക്കുന്ന പ്രശ്നങ്ങൾ. പിന്നെ താഴെ എഴുതുക റിലേഷൻഷിപ്പ്, രണ്ടാമത്തെ മണി, മൂന്നാമത്തെ കരിയർ, നാലാമത്തെ ഹെൽത്ത് ഹാബിറ്റ്സ്, അഞ്ചാമത്തേത് ഫാമിലി, ആറാമത്തെ സെൽഫ് കോൺഫിഡൻസ്, ഏഴാമത്തേത് ഫ്രണ്ട്ഷിപ്സ്, എട്ടാമത്തേത് ഇമോഷണൽ റിയാക്ഷൻസ്. ഓരോ കാറ്റഗറിയിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ സംഭവങ്ങൾ എഴുതുക. ഉദാഹരണത്തിന് റിലേഷൻഷിപ്പ്. എത്ര റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു? എന്താണ് കോമൺ ആയിരുന്നത്? കമ്മ്യൂണിക്കേഷൻ പ്രശ്നമോ, ട്രസ്റ്റ് പ്രശ്നമോ, ബൗണ്ടറീസ് പ്രശ്നമോ, റോങ് പീപ്പിൾ തിരഞ്ഞെടുക്കുന്നതോ, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്നതോ? കരിയർ നോക്കുക. ഓരോ ജോലിയിൽ എന്താണ് ആവർത്തിച്ചത്? ബോസുമായി കോൺഫ്ലിക്റ്റ്, ടൈം മാനേജ്മെന്റ്, കോൺഫിഡൻസ് കുറവ്, സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയാത്തത്. ഇൻകം കുറവാണോ, അല്ലെങ്കിൽ സ്പെൻഡിങ് കൂടുതലാണോ, പ്ലാനിങ് ഇല്ലാത്തതാണോ, ഇംപ്ലസീവ് ഡിസിഷൻ ആണോ? ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കോമൺ ത്രെഡ് കാണാൻ തുടങ്ങും. അതായിരിക്കും നിങ്ങളുടെ പാറ്റേൺ. അടുത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ റെസ്പോൺസിബിൾ അല്ല. മറ്റുള്ളവരുടെ മോശം പെരുമാറ്റം നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങൾക്ക് അനീതിയായി സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഫോൾട്ട് അല്ല. നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകാത്ത സാഹചര്യങ്ങളും ഉണ്ടാകും. അതിനാൽ എല്ലാം എൻ്റെ തെറ്റാണ് എന്ന മൈൻഡ് സെറ്റ് വേണ്ട. പകരം എനിക്ക് നിയന്ത്രിക്കാനാകുന്ന ഭാഗം എന്താണ് എന്ന് ചോദിക്കുക. ഇതാണ് മെച്യൂർ ആയ ചോദ്യം. ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചാൽ അത് അവരുടെ ആക്ഷൻ ആയിരിക്കാം. പക്ഷെ ആ വ്യക്തിയെ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കണമോ എന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കും. ഒരു അവസരം നഷ്ടപ്പെട്ടത് നിങ്ങളുടെ കുറ്റമല്ല, പക്ഷെ അടുത്ത അവസരത്തിനായി തയ്യാറാകണമോ എന്നത് നിങ്ങളുടെ ഡിസിഷനാണ്. ഒരു മോശം സാമ്പത്തിക സാഹചര്യം നിങ്ങൾക്ക് ലഭിച്ചിരിക്കാം, പക്ഷേ ഇന്നു മുതൽ സ്പെൻഡിങ് പഠിക്കണമോ എന്നത് നിങ്ങളുടെ കയ്യിലാണ്. പാസ്റ്റ് എല്ലായ്പ്പോഴും നിങ്ങളുടെ കൺട്രോൾ ആയിരുന്നില്ല. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും കൺട്രോൾ ഉണ്ടാകും. അതിലാണ് നിങ്ങളുടെ പവർ. ചെറിയ തീരുമാനങ്ങൾ വലിയ പാറ്റേണുകളെ മാറ്റും. അതെന്താണെന്ന് നോക്കിയാലോ? ജീവിതം മാറാൻ എല്ലായ്പ്പോഴും വലിയൊരു ഡിസിഷന്റെ ആവശ്യമില്ല. ചിലപ്പോൾ ചെറിയൊരു ഇല്ല എന്ന് പറയുന്നത്, ചിലപ്പോൾ 1 മണിക്കൂർ നേരത്തെ ഉറങ്ങുക, ചിലപ്പോൾ ഒരു അൺനെസസറി പർച്ചേസ് ഒഴിവാക്കുക, ചിലപ്പോൾ ഫോൺ മാറ്റിവെച്ച് 1 മണിക്കൂർ പഠിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് വേദന നൽകുന്ന സംഭാഷണങ്ങളിൽ നിന്ന് പുറത്തു വരിക, ചിലപ്പോൾ സഹായം ചോദിക്കുക, ചിലപ്പോൾ എനിക്കറിയില്ല എന്ന് സമ്മതിക്കുക, ചിലപ്പോൾ എനിക്ക് ഇത് പഠിക്കണം എന്ന് പറയുക. ഇത് ചെറുതായി തോന്നും, പക്ഷേ ജീവിതം ചെറിയ ഡിസിഷന്റെ അക്യുമുലേഷൻസ് ആണ്. ഒരു ദിവസം നിങ്ങൾ എടുക്കുന്ന ഒരു ഡിസിഷൻ നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റണമെന്നില്ല. പക്ഷേ നിങ്ങൾ ദിവസവും ആവർത്തിക്കുന്ന ഡിസിഷനുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ മാറ്റും. അതാണ് ഹാബിറ്റ്. ഇനി ഒരു പവർഫുൾ റൂൾ ഓർക്കുക. ഒരു പ്രശ്നം വീണ്ടും സംഭവിക്കുമ്പോൾ ഉടൻ ചോദിക്കരുത്, എന്തുകൊണ്ടാണ് ഇത് എനിക്ക് സംഭവിച്ചത്? അതിനു പകരം ചോദിക്കുക, ഇതിൽ ഞാൻ എന്താണ് റിപ്പീറ്റ് ചെയ്തത്? ഈ ചോദ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. ഉദാഹരണത്തിന്, വീണ്ടും ലൈൻസ് മിസ് ചെയ്തു, എനിക്ക് സമയം കിട്ടിയില്ല. ശരി, പക്ഷെ എന്തുകൊണ്ട്? ടാസ്ക് അവസാന ദിവസത്തിലേക്ക് മാറ്റിയോ? ടൈം എസ്റ്റിമേറ്റ് തെറ്റിയോ? പ്രയോറിറ്റീസ് ക്ലിയർ ആയിരുന്നില്ലേ? ഡിസ്ട്രാക്ഷൻ കൂടുതലായിരുന്നോ? അല്ലെങ്കിൽ പ്രഷർ വന്നാൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യൂ എന്ന പാറ്റേൺ ആണോ? ഇത് കണ്ടെത്തിയാൽ മാത്രമേ അടുത്ത തവണ മാറ്റാൻ കഴിയൂ. അതുപോലെ റിലേഷൻഷിപ്പിലും, അവൻ എന്നെ മനസ്സിലാക്കിയില്ല. ശരി, പക്ഷെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ വ്യക്തമായി പറഞ്ഞോ? റെഡ് ഫ്ലാഗ്സ് ഇഗ്നോർ ചെയ്തോ? കോൺഫ്ലിക്റ്റ് വന്നപ്പോൾ സംസാരിക്കാതെ വിഡ്രോ ചെയ്തോ? അല്ലെങ്കിൽ വളരെയധികം ടോളറേറ്റ് ചെയ്തോ? ഈ ക്വസ്റ്റ്യൻസ് അൺകംഫോർട്ടബിൾ ആണ്. പക്ഷെ ഗ്രോത്ത് പലപ്പോഴും കംഫോർട്ടബിൾ ക്വസ്റ്റ്യൻസിൽ നിന്നല്ല വരുന്നത്. അൺകംഫോർട്ടബിൾ ട്രൂത്ത് സ്വീകരിക്കുമ്പോഴാണ് ഗ്രോത്ത് തുടങ്ങുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പുതിയ ഐഡന്റിറ്റി നിർമ്മിക്കലാണ്. ഒരു വലിയ മാറ്റം വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തോടൊപ്പം ഞാൻ ആരാകണം എന്നും ചോദിക്കുക. എനിക്ക് പണം സേവ് ചെയ്യണം എന്നതിന് പകരം ഞാൻ ഡിസിപ്ലിൻഡ് ആയ ഒരാളാണ്. എനിക്ക് എക്സസൈസ് ചെയ്യണം എന്നതിന് പകരം ഞാൻ എൻ്റെ ശരീരത്തെ കെയർ ചെയ്യുന്ന ഒരാളാണ്.
എനിക്ക് ബൗണ്ടറീസ് വേണം എന്നതിന് പകരം എൻ്റെ സമയത്തിനും എനർജിക്കും വാല്യൂ നൽകുന്ന ഒരാളാണ് ഞാൻ. ഇത് വെറും പോസിറ്റീവ് തിങ്ക് അല്ല. ഐഡന്റിറ്റി മാറുമ്പോൾ ഡിസിഷൻസ് മാറും. നിങ്ങൾ ഒരാളെ ഡിസിപ്ലിൻഡ് ആയ വ്യക്തിയായി കാണാൻ തുടങ്ങുമ്പോൾ ഡിസിപ്ലിന് വിരുദ്ധമായ ഡിസിഷൻ എടുക്കുന്നത് കൂടുതൽ അൺകംഫർട്ടബിൾ ആകും. നിങ്ങൾ നിങ്ങളെ സെൽഫ് റെസ്പെക്റ്റിംഗ് പേഴ്സണായി കാണുമ്പോൾ ഡിസ്റെസ്പെക്റ്റ് ടോളറേറ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാകും. നിങ്ങൾ നിങ്ങളെ ലേൺ ആയി കാണുമ്പോൾ എനിക്കറിയില്ല എന്നത് അപമാനമല്ല, പഠിക്കാനുള്ള അവസരമാകും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ 30 days ചലഞ്ച് തരാം. അടുത്ത 30 ദിവസം നിങ്ങളുടെ ജീവിതം മാറ്റാൻ ശ്രമിക്കേണ്ട. പകരം നിങ്ങളുടെ പാറ്റേൺ ഒബ്സർവ് ചെയ്യുക. ഡേ 1 മുതൽ ഡേ 30 വരെ രാത്രി ഒരു 5 മിനിറ്റ് മാത്രം ഈ 3 ചോദ്യങ്ങൾ എഴുതുക. ഒന്നാമത്തേത്, ഇന്ന് എന്താണ് എന്നെ ട്രിഗർ ചെയ്തത്? രണ്ടാമത്തേത്, അതിനോട് ഞാൻ എങ്ങനെ പ്രതികരിച്ചു? മൂന്നാമത്തേത്, അടുത്ത തവണ ഞാൻ എന്ത് വ്യത്യസ്തമായി ചെയ്യാം? ഇത്ര മാത്രം. 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാറ്റേൺസ് കാണാൻ തുടങ്ങും. നിങ്ങൾ എപ്പോഴാണ് ആംഗ്രി ആകുന്നത്? ആരോടാണ്? എന്തുകൊണ്ട്? എപ്പോഴാണ് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ട്? എപ്പോഴാണ് അൺനെസസറി സ്പെൻഡിങ്? എന്താണ് അതിന് ട്രിഗർ? എപ്പോഴാണ് ഇൻസെക്യൂരിറ്റി? എന്താണ് അതിന് പിന്നിൽ? നമ്മുടെ ബിഹേവിയറിന്റെ പാറ്റേൺ കാണാൻ തുടങ്ങുമ്പോൾ നമുക്കത് മാറ്റാനുള്ള അവസരം ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് വളരെ എളുപ്പമാണ്. അവനാണ് കാരണം, അവളാണ് കാരണം, എൻ്റെ കുടുംബം കാരണം, എൻ്റെ സാഹചര്യം കാരണം എനിക്ക് അവസരം കിട്ടിയില്ല. ചിലപ്പോൾ ഇവയിൽ സത്യവും ഉണ്ടാകും. പക്ഷേ ഒരു ഘട്ടത്തിൽ ബ്ലെയിം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനേക്കാൾ നമ്മളെ സ്റ്റക്കാക്കും. കാരണം ബ്ലെയിം ചെയ്താൽ നിങ്ങൾക്ക് കൺട്രോൾ ഇല്ല. റെസ്പോൺസിബിലിറ്റി എടുത്താൽ കൺട്രോളിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തിരികെ കിട്ടും. അതുകൊണ്ട് അവൻ എന്നെ മാറ്റി എന്നതിന് പകരം ആ അനുഭവത്തിന് ശേഷം ഞാൻ എന്താണ് പഠിച്ചത്? എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് ബൗണ്ടറി വേണം? അടുത്ത തവണ എന്താണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങളുടെ പാസ്റ്റ് മാറ്റാൻ കഴിയില്ല, പക്ഷേ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന ലെസൺ മാറ്റാം. ഒരേ പ്രശ്നം വരുന്നത് ചിലപ്പോൾ ഒരേ സിഗ്നലാണ്. ജീവിതത്തിൽ ഒരു പ്രശ്നം ആവർത്തിക്കുമ്പോൾ അതിനെ പണിഷ്മെന്റായി കാണേണ്ടതില്ല. ചിലപ്പോൾ അതൊരു സിഗ്നലാണ്. ഇവിടെ എന്തോ ശ്രദ്ധിക്കണം, ഈ ഹാബിറ്റ് മാറ്റണം, ഈ റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്യണം, ഈ ഫിയർ ഫേസ് ചെയ്യണം, ഈ ബൗണ്ടറി സ്ഥാപിക്കണം, ഈ സ്കില്ല് പഠിക്കണം. ജീവിതം നമ്മളോട് സംസാരിക്കുന്നത് പലപ്പോഴും വേർഡ്സ് അല്ല, പാറ്റേൺസിലാണ്. ഒരിക്കൽ സംഭവിച്ചാൽ ആക്സിഡന്റ് ആയിരിക്കാം, 2 തവണ സംഭവിച്ചാൽ കൺസിഡൻസ് ആയിരിക്കാം. പക്ഷെ വീണ്ടും വീണ്ടും സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ റിക്കറിംഗ് പ്രോബ്ലംസുകളെ വെറുക്കുന്നതിന് മുമ്പ് അവ നിങ്ങളുടെ എന്താണ് പറയുന്നതെന്ന് കേൾക്കുക. നിങ്ങൾക്ക് എല്ലാം ഒറ്റയടിക്ക് മാറ്റേണ്ടതില്ല. ഇവിടെ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു ദിവസം മോട്ടിവേഷൻ വരും, ഇനി എൻ്റെ ജീവിതം മുഴുവൻ മാറ്റും. അടുത്ത ദിവസം രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. എക്സസൈസ്, മെഡിറ്റേഷൻ, റീഡിങ്, ജേർണലിങ്, ഡയറ്റ്, സ്റ്റഡി, ബിസിനസ് എല്ലാം ഒരുമിച്ച്. 3 ദിവസം കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും. കാരണം മോട്ടിവേഷൻ സ്ഥിരമല്ല, സിസ്റ്റംസ് ആണ് സ്ഥിരത നൽകുന്നത്. അതുകൊണ്ട് ഒരു പാറ്റേൺ മാത്രം തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് പ്രോക്രാസ്റ്റിനേഷൻ. അപ്പോൾ അടുത്ത 30 ദിവസം അതിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ മണി മാനേജ്മെന്റ്, അപ്പോൾ സേവിങ്സ് സിസ്റ്റം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ബൗണ്ടറീസ്, അപ്പോൾ ചെറിയ കാര്യങ്ങൾ നോ പറയാൻ പ്രാക്ടീസ് ചെയ്യാം. ഒരേ സമയം ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും റിപ്പയർ ചെയ്യേണ്ടതില്ല. ഒരു പാറ്റേൺ മാറ്റുമ്പോൾ മറ്റുള്ള പാറ്റേണുകളും പതുക്കെ മാറി തുടങ്ങാം. മാറ്റത്തിന്റെ വഴിയിൽ ഒരു ദിവസം നിങ്ങൾ വീണ്ടും പഴയ പോലെ ബിഹേവ് ചെയ്യും, പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും, വീണ്ടും അൺനെസസറി പർച്ചേസ് ചെയ്യും, വീണ്ടും തെറ്റായ വ്യക്തിയെ വിശ്വസിക്കും, വീണ്ടും ഇമോഷണൽ റിയാക്ഷൻ ചെയ്യും, വീണ്ടും ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പറയരുത്, ഞാൻ ഒരിക്കലും മാറില്ല. ഒരു മിസ്റ്റേക്ക് നിങ്ങളുടെ മുഴുവൻ പ്രോഗ്രസ്സും ഇല്ലാതാക്കുന്നില്ല. ഒരു ബാഡ് ഡേ ഒരു ബാഡ് ലൈഫ് അല്ല. വീണ്ടും തിരിച്ചു വരിക, പാറ്റേൺ ബ്രേക്ക് ചെയ്യുക, പഠിക്കുക, കണ്ടിന്യൂ ചെയ്യുക. ഗ്രോത്ത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. ചില ദിവസങ്ങളിൽ മുന്നോട്ട്, ചില ദിവസങ്ങളിൽ പുറകോട്ട്. പക്ഷെ നിങ്ങൾ ഓരോ തവണയും അവയർനെസ്സിലേക്ക് തിരികെ വരികയാണെങ്കിൽ നിങ്ങൾ പതുക്കെ മാറും. നിങ്ങളോട് ചോദിക്കേണ്ട ഒരു 10 ചോദ്യങ്ങളെ പറ്റി പറയാലോ. ഇപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നോട്ട്ബുക്ക് എടുത്ത് ഈ 10 ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം എഴുതുക.
ഒന്നാമത്തേത്, എന്റെ ജീവിതത്തിൽ ഏത് പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത്? രണ്ടാമത്തേത്, ആ പ്രശ്നം സംഭവിക്കുന്നതിന് മുമ്പ് സാധാരണ എന്താണ് സംഭവിക്കുന്നത്? മൂന്നാമത്തേത്, അതിൽ എന്റെ പങ്ക് എന്താണ്? നാലാമത്തേത്, ഞാൻ ഏത് കാര്യമാണ് ആവർത്തിച്ച് ടോളറേറ്റ് ചെയ്യുന്നത്? അഞ്ചാമത്തേത്, എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്താണ്? ആറാമത്തേത്, ആ ഭയം കാരണം ഞാൻ എന്താണ് ഒഴിവാക്കുന്നത്? ഏഴാമത്തേത്, എന്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന ആളുകളിൽ എന്താണ് കോമൺ? എട്ടാമത്തേത്, ഞാൻ എന്നെക്കുറിച്ച് നിരന്തരം പറയുന്ന നെഗറ്റീവ് സ്റ്റോറി എന്താണ്? ഒൻപതാമത്തേത്, അത് ശരിയാണെന്ന് തെളിയിക്കാൻ ഞാൻ എന്തൊക്കെ ഡിസിഷൻസ് എടുക്കുന്നു? പത്താമത്തേത്, അടുത്ത 30 ദിവസത്തിൽ ഞാൻ മാറ്റാൻ പോകുന്ന ഒരു പാറ്റേൺ ഏതാണ്? ഈ അവസാന ചോദ്യം വളരെ പ്രധാനമാണ്. ഒരു പാറ്റേൺ മാത്രം, എല്ലാം ഒരുമിച്ച് വേണ്ട. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വരുന്നു എന്നത് നിങ്ങളുടെ ജീവിതം ഒരിക്കലും മാറില്ല എന്നതിന്റെ തെളിവല്ല. അതിന്റെ അർത്ഥം നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു പാറ്റേൺ ഉണ്ടാകാം എന്നതാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും അതേ ടൈപ്പ് ഓഫ് പീപ്പിളിനെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് പരിശോധിക്കുക. വീണ്ടും വീണ്ടും പണം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സ് പരിശോധിക്കുക. വീണ്ടും വീണ്ടും റിലേഷൻഷിപ്പ് തകരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ബൗണ്ടറീസ്, എക്സ്പെക്ടേഷൻസ് എന്നിവ പരിശോധിക്കുക. വീണ്ടും വീണ്ടും അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിയർ പരിശോധിക്കുക. വീണ്ടും വീണ്ടും നിങ്ങളെ തന്നെ താഴ്ത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് ടോക്ക് പരിശോധിക്കുക. കാരണം ജീവിതം മാറ്റാൻ ആദ്യം ജീവിതത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല, നമ്മുടെ പാറ്റേണുകളെ മനസ്സിലാക്കണം. നിങ്ങൾക്ക് സംഭവിച്ച എല്ലാത്തിനും നിങ്ങൾ ഉത്തരവാദിയല്ല. പക്ഷെ ഇനി എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു പങ്കുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു ചെറിയ തീരുമാനം എടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വരുന്ന ഒരു പ്രശ്നം തിരഞ്ഞെടുക്കൂ. അതിനോട് ചോദിക്കൂ, നീ വീണ്ടും വന്നത് എന്തിനാണ്? ഞാൻ എന്താണ് ഇതിൽ നിന്ന് പഠിക്കാത്തത്? ഞാൻ എന്താണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്? അടുത്ത തവണ ഞാൻ എന്ത് മാറ്റും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും. പ്രശ്നങ്ങൾ ഉടൻ അപ്രത്യക്ഷമാകണമെന്നില്ല, പക്ഷേ പ്രശ്നങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്ന രീതി മാറും. അതാണ് യഥാർത്ഥ മാറ്റത്തിന്റെ തുടക്കം. ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലാകും, എന്റെ ജീവിതത്തിൽ എല്ലാം എനിക്കെതിരെ സംഭവിച്ചിരുന്നില്ല. ഞാൻ ചില പാറ്റേൺസ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് തിരിച്ചറിയുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് പുതിയൊരു ചോയ്സ് ലഭിക്കും. പഴയ പാറ്റേൺ വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഇത്തവണ വേറൊരു തീരുമാനം എടുക്കണോ? അതാണ് നിങ്ങളുടെ കയ്യിലെ പവർ. ഓർക്കുക, സെയിം പാറ്റേൺ, സെയിം റിസൾട്ട്. ന്യൂ അവയർനെസ്, ന്യൂ ഡിസിഷൻ, ന്യൂ ആക്ഷൻ, ന്യൂ റിസൾട്ട്. നിങ്ങളുടെ ജീവിതം ഒരു ദിവസം കൊണ്ട് മാറണമെന്നില്ല, പക്ഷേ ഒരു ദിവസം എടുത്ത ശരിയായ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന് ഡയറക്ഷൻ മാറ്റാം. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങും. ഒരു വലിയ മാറ്റത്തോടെയല്ല, ഒരു ചെറിയ മാറ്റത്തോടെ. ഒരു ബൗണ്ടറി, ഒരു ഇല്ല, ഒരു പുതിയ ഹാബിറ്റ്, ഒരു പുതിയ ഡിസിഷൻ, ഒരു പഴയ പാറ്റേണിനെ തിരിച്ചറിയുന്ന ഒരു നിമിഷം. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ചാപ്റ്റർ എഴുതാൻ പഴയ ചാപ്റ്റർ മായ്ക്കേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടത് അടുത്ത പേജ് വ്യത്യസ്തമായി എഴുതുക എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ കമന്റിൽ ഒരു കാര്യം മാത്രം എഴുതൂ, ഞാൻ മാറ്റാൻ പോകുന്ന പാറ്റേൺ. നിങ്ങൾ അത് എഴുതുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം മീനിങ് ലൈഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് ഷെയർ ചെയ്യുക. ഇനി കാണുന്ന വീഡിയോയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്ന 7 വിസിബിൾ ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതുവരെ നിങ്ങളുടെ ജീവിതത്തെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അത് ആവർത്തിക്കുന്ന പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ജീവിതം മാറേണ്ടത് പുറത്തു നിന്നല്ല, പലപ്പോഴും മാറ്റത്തിന്റെ തുടക്കം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്.